നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമിതവണ്ണം ഒരു രോഗാവസ്ഥയാണ്. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയെയാണ് നമ്മൾ ബരിയാട്രിക് സർജറിയിലൂടെ നിയന്ത്രിക്കുന്നത്. ഒപ്പം തന്നെ അമിതവണ്ണമുള്ള 3 പേരിൽ ഒരാൾക്ക് പ്രമേഹവും ഉണ്ടായിരിക്കും. ഈ ലക്കം ബരിയാട്രിക് സർജറിയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ഡയബറ്റിക് സർജറിയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ബരിയാട്രിക് സർജറിയെക്കുറിച്ചും ഡയബറ്റിക് സർജറിയെക്കുറിച്ചും വിശദമാക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ജനറൽ മെറ്റബോളിക് ആൻഡ് റോബോട്ടിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് HOD ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലാണ്. വെൽക്കം സർ. താങ്ക് യു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ബരിയാട്രിക് സർജറി ആളുകൾക്കറിയാം. അതേസമയം ഡയബറ്റിക് സർജറി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അമിതവണ്ണം ഡയബറ്റിക്സിൻ്റെ ഒരു കാരണവുമാണ്. എന്താണ് ഡയബറ്റിക് സർജറി? ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ആമുഖമായിട്ട് പറയാൻ, പണ്ട് ഞങ്ങളുടെ സർജൻസ് ഈ ഡയബറ്റിസ് പേഷ്യൻസിനെ കാണാനായിട്ട് വിളിക്കപ്പെടുന്നത് അവരുടെ ഒന്നുകിൽ കാല് പഴുത്ത് അവർക്ക് ആംപുട്ടേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ദേഹത്തുണ്ടാകുന്ന ആപ്സസുകൾ പൊട്ടിക്കാനായിട്ടോ അങ്ങനെ ഒക്കെയുള്ള ഒരു അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർജനെ ശരിക്കും ഡയബറ്റിക് പേഷ്യൻറ്റിനെ കാണാനായിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് മാറിയിട്ട് ഡയബറ്റിസ് ചികിത്സിക്കുവാൻ അതൊരു വളരെ കാലമായിട്ട് കഴിഞ്ഞ ഒരു 2 ദശാബ്ദമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ് വെദർ ഡയബറ്റിസ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ ഓർ എ സർജിക്കൽ കണ്ടീഷൻ. എന്ന് വെച്ചാൽ അതൊരു അത്ഭുതമായിരിക്കും കേൾക്കുന്ന ആൾക്കാർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഈ ഡയബറ്റിസ് സർജറി എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾക്കറിയാം ഈ വണ്ണം കുറയാനായിട്ട്, എന്ന് വെച്ചാൽ കണ്ടമാനം അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഈ വണ്ണം കുറയുവാനായിട്ട് നമ്മളുടെ കുടലുകളിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ നടത്തിയ സർജറികൾ കൂടി വണ്ണം കുറയുന്നതായിട്ട് കണ്ടുപിടിച്ചത് 1967 മുതൽ കണ്ടുപിടിച്ച സംഭവമാണ്. പക്ഷേ അന്നൊക്കെ എന്തായിരുന്നു വെച്ചാൽ വയറ് തുറഞ്ഞിട്ടാണ് ഈ സർജറി ചെയ്യുക. അപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് ധാരാളം കോംപ്ലിക്കേഷൻസ്, കാരണം വെച്ചാൽ നമ്മൾ അവരുടെ അബ്ഡോമിനൽ വോളിൽ തന്നെ ഒരു 10 സെൻറ്റിമീറ്റർ വലിപ്പം കാണും. അത് തുറന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പെയിൻ, അതുമൂലമുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അങ്ങനെ മോർട്ടാലിറ്റി, ഈ മരണനിരക്ക് അങ്ങനെയുള്ള രോഗികൾക്ക് വളരെ കൂടുതലായിരുന്നു. ഇത് താക്കോൽദ്വാര ശസ്ത്രക്രിയ വന്നതോടുകൂടി 1990 താക്കോൽദ്വാര ശസ്ത്രക്രിയ വന്നത്, 92 ഈ ബെറിയാട്രിക് സർജറി, ഇതേപോലെയുള്ള വണ്ണം കുറയാനായിട്ടുള്ള സർജറി ഈ താക്കോൽദ്വാരത്തിൽ കൂടി ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത് കൂടുതൽ ഇതായത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിരുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അമിതവണ്ണമുള്ള രോഗികളിൽ ഒരു 1/3 ആൾക്കാരും ഡയബറ്റിസ് പ്രമേഹ രോഗികളായിരിക്കും. ഇവരുടെ പ്രമേഹം നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വണ്ണം കുറയാനായിട്ട് ഒരു മാസമെങ്കിലും, ഒരു 1 BMA കുറയുവാനായിട്ട് ഒരു മാസമെങ്കിലും എടുക്കും. ഈ ഡയബറ്റിസ് ആൾക്കാരുടെ ഷുഗർ പിറ്റേ ദിവസം രാവിലെ തന്നെ നോർമലായി കണ്ടുവരുന്നു. അപ്പോൾ അത് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത് ഷുഗർ ഇത്ര വേഗം നോർമലാകുന്നതിനുള്ള പഠനങ്ങൾ നടന്നത്. അത് എലികളിലുള്ള പഠനം നടത്തി. അപ്പോഴാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ ധാരാളം ഹോർമോൺസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോൺസുകൾ നമ്മളുടെ നമ്മുടെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു ഘടകമാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന സ്റ്റൊമക്കിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഹോർമോൺസ് ഉണ്ടാകും. അത് താഴോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ഹോർമോൺസ് ഉണ്ടാകും. ഈ ഹോർമോൺസാണ് പാൻക്രിയാസിൽ ആക്ട് ചെയ്ത് ഇൻസുലിൻ ഉണ്ടാക്കുന്നതും ഇൻസുലിൻ കുറയ്ക്കുന്നതുമൊക്കെ. ഒരു വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആകപ്പാടെ പറയാൻ പറ്റുന്നത്, നമ്മൾ ഈ ആഹാരം ചെല്ലുമ്പോൾ കുടലിലുണ്ടാകുന്ന ഹോർമോൺസുകളുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ് നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നോർമലായിരിക്കുന്നത്. അപ്പോൾ ഈ ബെറിയാട്രിക് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത്, ഒന്ന് ആമാശയത്തിൻ്റെ വലിപ്പം നമ്മളൊന്ന് ചെറുതാക്കും. കാരണം ഈ അമിതവണ്ണമുള്ളവരുടെ എല്ലാ ആമാശയത്തിനും ഭയങ്കര വലിപ്പമായിരിക്കും. അപ്പോൾ അവർക്ക് കുറേ കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നിറഞ്ഞു എന്നുള്ള ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ റെസ്ട്രിക്ഷൻ നമ്മളുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ മാലബ്സോർപ്ഷൻ, നമ്മളുടെ ആഹാരം ഇപ്പം നമ്മൾ ചെറുകുടൽ എന്ന് പറയുന്ന ഒരു 6-7 മീറ്റർ നീളമുള്ള അവയവമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കഴിക്കുന്നതെല്ലാം അതിന് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അബ്സോർപ്ഷൻ ഒന്ന് കുറയ്ക്കുവാനായിട്ട് നമ്മൾ ഇൻറ്റസ്റ്റൈൻ ഒന്ന് റീഅലൈൻമെൻറ്റ് ചെയ്യും. അപ്പോൾ കുറേ ഭാഗത്തേക്ക് ഈ ആഹാരം പോയിരുന്നില്ല.
അപ്പോൾ ഈ ആഹാരം പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഹോർമോൺസിൻ്റെ അളവ് കുറയും. അങ്ങനെയാണ് ഇപ്പോൾ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം ഡിയോഡിനം ജിജിനം എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് കുറേ ഹോർമോൺസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻറ്റി ഇൻക്രിറ്റിൻസ് എന്നാണ് ആ ഹോർമോൺസിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ് ആ ഹോർമോൺസിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത്. ആൻറ്റി ഇൻക്രിറ്റിൻസ് ശരിക്കും ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ആഹാരം പോകാതിരിക്കുമ്പോൾ ഈ ആൻറ്റി ഇൻക്രിറ്റിൻസ് ലെവൽ കുറയുകയും ഈ ഗ്ലൂക്കോസ് ലെവൽ താഴോട്ട് വരികയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ചെറുകുടലിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഇൻക്രിറ്റിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിൻ്റെ അളവ് കൂടും. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കുറേ ഇഞ്ചെക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഇൻക്രിറ്റിൻ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്. അതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷേ ഈ സർജറിയിൽ കൂടി ഈ ഹോർമോൺസ് നാച്ചുറലായിട്ട് തന്നെ ഈ ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും. അങ്ങനെയാണ് ഈ ഡയബറ്റിസ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയുവാനായിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ അത് അത്ര കോമൺ ആയിട്ടില്ല. കോമൺ ആകാതിരിക്കാനായിട്ട് 2-3 കാരണങ്ങളുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡയബറ്റിസ് ഇത് ഞാനൊക്കെ ഈ എൻഡോക്രിനോളജിസ്റ്റുകളും അല്ലെങ്കിൽ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന സർജൻസും അവരുമായിട്ടുള്ള സംഘടനകളുമായിട്ടുള്ള കോൺഫറൻസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കുറേ നടത്തിയിട്ടുള്ളതാണ്. ഈ ഡയബറ്റിക് രോഗികൾ കൂടുതലും ചെല്ലുന്നത് ഫിസിഷ്യൻസിൻ്റെ അടുത്താണ്. ഫിസിഷ്യൻസ് ഈ ഇത് മനസ്സിലാക്കിയിട്ടും എസ്പെഷ്യലി ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും ഈ സർജറി അവരുടെ വണ്ണം കുറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഡയബറ്റീസും ഓൾമോസ്റ്റ് നമ്മൾ ക്യൂർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിൽ വെച്ചിട്ട് നമ്മുടെയൊക്കെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഓഫ് ദി മെഡിസിൻസ് ആണ്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനൊക്കെ ചെയ്ത ഒരു ഓപ്പറേഷൻ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യമായിട്ട് ഡയബറ്റിസ് സർജറി ചെയ്തത് 2013 മൗലാന ഹോസ്പിറ്റലിൽ ചെയ്തത്. അന്ന് കൊല്ലത്തു നിന്നുള്ളൊരു പേഷ്യൻ്റ്, അന്ന് ഷീ വാസ് ടേക്കിംഗ് 140 യൂണിറ്റ്സ് ഓഫ് ഇൻസുലിൻ. അവരുടെ BMI എന്നിട്ടും 11.5 ആയിരുന്നു. അവരുടെ സർജറി കഴിഞ്ഞിട്ട് അവർ ഇമ്മീഡിയറ്റ്ലി വിതിൻ 1 month ഹെർ BMI ഹാസ് കം ഡൗൺ ടു 5.2 വിതൗട്ട് എനി മെഡിസിൻസ്. അത്രയ്ക്കും നമുക്ക് ഡിഫറൻസ് ഉണ്ട്. സോ ദിസ് ഈസ് എ വെൽ പ്രൂവ്ഡ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം നമുക്കറിയാം വണ്ണമുള്ളൊരു രോഗിയെ എന്ന് വെച്ചു, അവർ ഷുഗർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിസിഷ്യൻസ് യൂഷ്വലി ദേ വിൽ ഇൻക്രീസ് ദി ഡോസ്. അപ്പം ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡയബറ്റിസ് പേഷ്യൻസ് ഹു ആർ ഒബീസ്. ഇപ്പം നമ്മൾ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ വർഷവും ഈ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനാണ് ഡയബറ്റിസിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയുന്ന ഏറ്റവും വലിയ അസോസിയേഷൻ, അമേരിക്കൻ ഡയബറ്റിക്. അവരുടെ എല്ലാ വർഷവും 2017 മുതലുള്ള അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഓഫ് ഡയബറ്റിസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും അവർ വലിയൊരു വോളിയം, അത് ഡയബറ്റീസിൻ്റെ വിവിധ ഭാഗങ്ങളെ ഇതിൻ്റെ അകത്തെല്ലാം 2017 മുതൽ ഇത് കംപ്ലീറ്റ് ഇവരുടെ ഇതിനുണ്ട്. ദിസ് ഈസ് എ സർജറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡ്യൂൾ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ്. അത് നമ്മൾ പറയുന്നത് എല്ലാവർക്കും അല്ല. ഇറ്റ് ഈസ് ഇഫ് ദി ഡയബറ്റീസ് ഈസ് നോട്ട് കൺട്രോൾഡ് വിത്ത് ദി മെഡിസിൻ ഓർ ഒബീസ് പേഷ്യൻസ് ഓർ നമ്മൾക്കറിയാവുന്നതുപോലെ നമുക്കറിയാം ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾ എത്രമാത്രം മരുന്ന് കൊടുത്ത് നമ്മൾ കൺട്രോൾ ആക്കിയാലും 1% രോഗികൾ കിഡ്നി രോഗികളാവും. അവരുടെ എൻഡ് ഓർഗൻ ഫെയിലിയേഴ്സ്, അവരുടെ കിഡ്നി പോവും, അവരുടെ ഞരമ്പുകൾ പോവും, അവരുടെ കണ്ണ് പോവും. അപ്പോൾ ഇങ്ങനെയുള്ള എൻഡ് ഓർഗൻ ഫെയിലിയേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഈ സർജറികൾ കൂടി തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇത് ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ വണ്ണം കുറഞ്ഞവരിലും നമുക്ക് പ്രമേഹം കാണാം, അതിൽ സർജറി ആപ്ലിക്കബിൾ ആണ്? അതെ, ഇതൊരു വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒബീസ് പേഷ്യൻസിലായിരുന്നു ആദ്യമേ ഡയബറ്റീസ് കുറഞ്ഞത് കണ്ട്. അതിൻ്റെ പഠനങ്ങൾ തെളിയിച്ചത് ഇതേപോലുള്ള ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ട് നമ്മൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒബീസ് അല്ലാത്ത ആൾക്കാർക്കും ഇത് ചെയ്തുകൂടാ എന്നുള്ള അത് 1996-97 മുതൽ തന്നെ ഇതിൻ്റെ പഠനങ്ങളും ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പം 2010 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അത് അന്ന് വരെയൊക്കെ ഉണ്ടായിരുന്നത് ദർ ആർ സ്പെസിഫിക് ഗൈഡ് ലൈൻസ്, എസ്പെഷ്യലി ഈ BMI വെച്ചിട്ടാണ് ഇത് പറയുക. നമ്മൾ 27.5 BMIയിൽ മുകളിലുള്ള ഏത് ഡയബറ്റിസ് രോഗികൾക്കും ഈ സർജറി ചെയ്യാനായിട്ട് അനുവദനീയമാണ്.
അത് ഈ അസോസിയേഷനും ഗവൺമെൻറ്റും അനുവദിച്ചിരിക്കുന്നത് 27.5 BMI മുകളിലുള്ളവർക്ക് അവരുടെ ഡയബറ്റീസ്, ഇപ്പോൾ ഏർലി ഡയബറ്റീസ് ഒന്നുമല്ല, അവരുടെ ഡയബറ്റീസ് നോട്ട് കൺട്രോൾഡ് വിത്ത് ദി മെഡിസിൻസ് ഇഫ് ദേ ആർ ഗോയിങ് ടു. അപ്പോൾ അത് യങ്സ്റ്റേഴ്സാണ് കൂടുതലും സർജറിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇവർ പറയാതെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്നത്. ഇപ്പം ഞങ്ങളിവിടെ ഡയബറ്റീസ് സർജറി ഏകദേശം 250ഓളം ഡയബറ്റീസ് സർജറി നമ്മൾ ഈ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 27.5 BMI കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ ആസ് എ എക്സ്പെരിമെൻ്റൽ. നിങ്ങൾക്കത് ഒരു ക്ലിനിക്കൽ ട്രയലിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ICMR എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുണ്ട്. ICMRൻ്റെ റെക്കഗ്നീഷൻ കൊണ്ട് ഒരു ക്ലിനിക്കൽ ട്രയലിൽ നമ്മൾക്ക് 2010 തന്നെ ഈ ഒരു ICMRൻ്റെ ട്രയൽ കിട്ടി. ഞങ്ങൾ 30, അത് 27 പോയില്ല, 30 താഴെയുള്ള BMI ഉള്ള ആൾക്കാരിൽ നമ്മൾ ഈ സർജറി ഏകദേശം 150ഓളം ആൾക്കാർക്ക് നമ്മൾ ഈ വിവിധ ടൈപ്പിലുള്ള, എന്ന് വെച്ചാൽ ഏത് ടൈപ്പിലുള്ള, പല ടൈപ്പിലുള്ള ബെറിയാട്രിക് സർജറി ഉണ്ട്, ഏത് ടൈപ്പിലുള്ളതാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മൂലം ഈ പ്രമേഹ രോഗികൾക്ക്, വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും നമ്മൾക്ക് പക്ഷേ വണ്ണമില്ലാത്തവർക്ക് നല്ലൊരു സ്ക്രീനിങ് ടെസ്റ്റോടുകൂടിയേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ വണ്ണമില്ലാത്തവരെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാൻക്രിയാസിൻ്റെ കപ്പാസിറ്റി ഉണ്ടാകണം. പാൻക്രിയാസിൻ്റെ മുകളിൽ ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം വരുമ്പോഴാണല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു രോഗി 25 വർഷമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഓൾറെഡി അത് എക്സോസ്റ്റഡ് ആവും, അതിൻ്റെ സെൽസ് എല്ലാം നശിച്ച് അതിന് ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട് കഴിവില്ലാതാവും. അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ഈ സർജറി ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി അവരുടെ പാൻക്രിയാസ് എക്സോസ്റ്റഡായി, പാൻക്രിയാസിൻ്റെ അകത്ത് ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട് കഴിവില്ലാതായി അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെയ്ത, അപ്പോൾ അതുകൊണ്ട് ആ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം അറിയുവാനായിട്ടും അതേപോലെ തന്നെ ടിപ്പിക്കൽ ടൈപ്പ് 2 ഡയബറ്റിസ് ആയിരിക്കണം. കാരണം വെച്ചാൽ നമുക്കറിയാം ടൈപ്പ് 1 ഡയബറ്റിസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പാൻക്രിയാസ് ഓൾറെഡി ജനനാലെ അവരുടെ പ്രവർത്തനം ഇല്ലാത്തതാണ്, ബേസിക്കായിട്ട് അതാണ്. അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകൾ നമ്മൾ ഈ നോൺ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന് ചെയ്യും. എന്നിട്ട് ടിപ്പിക്കലായിട്ട് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് ആയിട്ടുള്ളവർക്കേ ഉള്ളൂ നമ്മൾക്ക് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള രോഗികൾ മാത്രമേ നമ്മൾ ഈ സർജറിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അതേപോലെ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഐഡിയലായിട്ട് ഒരു 10 years വരെ ഡയബറ്റിസ് ഉള്ളവർക്കാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെദർ നമ്മൾ ഈ ഡയബറ്റീസ് കണ്ടുപിടിച്ചാൽ തന്നെ ഉടനെ തന്നെ ഈ സർജറി ചെയ്യണോ അതോ കുറേ കഴിഞ്ഞിട്ട് ചെയ്യണോ, ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി പാൻക്രിയാസ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പാൻക്രിയാസിൻ്റെ പ്രവർത്തനം പിന്നെയും മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം കൂടുതൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഗൂഗിളിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇതിനെ പറ്റിയിട്ട് കിട്ടുകയാണ്. അവർ ചോദിച്ച് വരും ഈ സർജറിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. കുറേ ആൾക്കാർക്ക്, വളരെ ഒരു 90% നമ്മുടെ ആൾക്കാർക്കും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും വളരെയധികം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അത്തരമുള്ള ആളുകൾക്കാണ് നമ്മൾ ബെരിയാട്രിക് സർജറിയിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മളിപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ അവർ ബോഡി. നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിയുമ്പോഴാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ബേസിക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ലേമാൻ, സാധാരണക്കാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എത്ര വണ്ണം നമുക്ക് വേണം. ശരിക്കും നമുക്ക് പൊക്കത്തിനനുസരിച്ചിട്ടുള്ള ഒരു വണ്ണമാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ വളരെ ഈസിയായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ പൊക്കം ഇപ്പം 165 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ, -100 ഏതാണോ നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 എന്ന് പറയുന്നതായിരിക്കണം നമ്മളുടെ അപ്പർ ലിമിറ്റ് ഓഫ് നമ്മുടെ ഐഡിയൽ, നമ്മുടെ വെയ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ്. നമ്മളിപ്പോൾ 165 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 65 കിലോഗ്രാം എന്ന് പറയുന്നത് അതിൽ മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതവണ്ണമായി. അത് തന്നെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്. നോർമലായിട്ടുള്ള BMI നമ്മൾ 23 ആണ് നമ്മൾ ഏഷ്യ പസഫിക് റീജിയനിലുള്ള ആൾക്കാർക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ അത് കുറച്ചും കൂടെ കൂടുതലാണ്, 25 വെച്ചിരിക്കുന്നത്, 23 വെച്ചിരിക്കുന്നത്. അത് 30 വരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒബിസിറ്റി എന്ന് പറയും. ഈ 30 വരെ BMI ഉള്ളവർക്ക് നമുക്കൊരു കൺസർവേറ്റീവ് ലൈൻ എന്ന് വെച്ചാൽ സർജറി ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ട് ഡയറ്റ്, എക്സസൈസ്, അതേപോലെ തന്നെ നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫാറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ടുള്ള കുറച്ച് മെഡിസിൻസ്, വളരെ സേഫായിട്ടുള്ള മെഡിസിൻസ്, ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയ മെഡിസിൻസ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ GLP-1 എന്ന് പറയുന്നത് ആൻറ്റി ഇൻക്രിറ്റൻസ് ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ൻ്റെ ഇഞ്ചക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതും സെയിം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെയിം ഇഫക്റ്റാണ്.
പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റാണ്. കോസ്റ്റും കാരണം വെച്ചാൽ ഇത് ഇപ്പോൾ ആ മെഡിസിൻസൊക്കെ ഏകദേശം ആവറേജ് ഒരു മാസം ഉപയോഗിക്കണ ഒരു 13,000 രൂപ അത് കഴിക്കുമ്പോഴേ ഉള്ളൂ, കമ്പൈൻഡ് വിത്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. എപ്പോഴും നമ്മൾ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പൈൻഡ് വിത്ത് ദ ഡയറ്റ് ആൻഡ് എക്സസൈസ്. നമുക്കൊരു 3, 4, 5 കിലോ വേണമെങ്കിൽ കുറഞ്ഞെന്നിരിക്കും. ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടേ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ഈ ഇത്. ഇപ്പോൾ 30 മുകളിൽ BMI ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാറ്റ് കൊണ്ട് ഓരോരോ അസുഖങ്ങളുണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ അസുഖങ്ങൾ WHO ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം 200ഓളം അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒബിസിറ്റി കൊണ്ട് ഡയറക്റ്റായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഫ്രം ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, വെരിക്കോസ് വെയിൻ, അതേപോലെ ഈവൻ ക്യാൻസേഴ്സ്. നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ഇരട്ടി ചാൻസ് കൂടുതലാണ് നോർമലുള്ള ആൾക്കാരെക്കായാലും അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത. അതേപോലെ തന്നെ CA കോളൻ, CS സെർവിക്സ്, ഇതെല്ലാം ഒബീസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. അപ്പോൾ 30 BMI മുകളിലുള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 35 വരെയുള്ള BMI വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെ നോക്കി അവർ അത്ര ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ആമാശയത്തിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും. സോ നമ്മൾ ഇപ്പം കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കാൻ പറ്റും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിവിടും. അപ്പം പിന്നെ വേറൊരു ഫിനോമിന എന്ന് വെച്ചാൽ റീബോണ്ട് ഫിനോമിന. അത് നമുക്കറിയാം, ചിലർ ഈ ആയുർവേദ ഇതിലൊക്കെ പോയി കിടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ദി മെഡിക്കേഷൻ ഓൾസോ. ഇപ്പം പുതിയ ഇറങ്ങിയിരിക്കുന്ന ഈ മഞ്ചാരോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഗോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇഞ്ചക്ഷൻസ് ഉണ്ടല്ലോ വെയിറ്റ് കുറയ്ക്കാനായിട്ടും ഡയബറ്റീസിനുള്ള. ഇതിനൊക്കെ പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തി കഴിയുമ്പോൾ മിക്ക ആൾക്കാരും ഒരു 90% ഉള്ള ആൾക്കാരും കുറേ കഴിഞ്ഞ് ബിക്കോസ് ഓഫ് ദി കോസ്റ്റ് ആൻഡ് അത് മാത്രമല്ല ഇതിന് കുറേ ഒരു നോസിയ, വോമിറ്റിംഗ്, ഇറ്റ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഈ മെഡിസിൻസ് എല്ലാം. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ലോങ് ടേം റിസൾട്ട്സ് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1-2 വർഷം ആയിട്ടേ ഉള്ളൂ ഇതെല്ലാം പുറത്തിറങ്ങിയിട്ട് പുതിയ മോളിക്യൂൾസ് വന്നിട്ട്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ടാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ 35 മുകളിൽ BMI ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൺ ടൈം സൊല്യൂഷൻ ദാറ്റ് ഇത് സർജറി എന്നുള്ളത്. അത് നമ്മൾ കീഹോളിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു 2 ഡേയ്സേ ഉള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവശ്യമുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ബാക്ക് ടു ദർ നോർമൽ വർക്ക്. കാരണം ഇത് കീഹോളിൽ കൂടെ ചെയ്യുന്ന കാരണം പെയിനോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. അവർക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ അവർക്ക് അവരുടെ സാധാരണ ജോലിയിൽ പ്രവേശിക്കാം. ആകപ്പാടെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ ഇവർക്ക് പറയുന്ന ഒരു 2 വീക്സ് അവർക്ക് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡയറ്റേ കഴിക്കാൻ പാടില്ല. വെച്ചാൽ നമ്മൾ സ്റ്റമക്ക് ചെറുതാക്കി വെക്കുന്നതൊക്കെ ഒന്ന് മെച്യൂർ ആകാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു സർജറിയുടെ ഒരു ഗുണം. ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വരാം അല്ലേ, ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട്. അപ്പോൾ ഡയറ്റ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ആ ഒരു ഡിസീസിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 150 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം വെച്ചാൽ അവർക്ക് അതും വെച്ചുകൊണ്ട് 2 കിലോമീറ്റർ നടക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡയറ്റ് അവർക്ക് എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഒരു 10-40 കിലോ ഇമ്മീഡിയറ്റ് ഒരു 4-5 മാസം കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അവർ ചേഞ്ച് ചെയ്യണം. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഷുഡ് ബി ദർ പാർട്ട് ഓഫ് ദർ ലൈഫ്. നമ്മൾ പല്ല് തേക്കുന്ന പോലെ കുളിക്കുന്ന പോലെ 1 മണിക്കൂർ അവർ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ദിവസം ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് 5 days എ വീക്ക്. ഇവരുടെ ഫുഡിൽ ഒരു 70% പ്രോട്ടീൻ ആയിരിക്കണം, ഒരു 20% കാർബോഹൈഡ്രേറ്റ് അരി ആഹാരങ്ങൾ പാടുള്ളൂ, 10% ഫാറ്റ് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ചിക്കനും ഇതുമെല്ലാം നമുക്ക് കഴിക്കാം, പക്ഷേ അതെല്ലാം ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പഠിക്കുക. നമുക്കറിയാം നമ്മൾ ഈ ചിക്കൻ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഫാറ്റ് ഉണ്ട്, അത് പിന്നെ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എണ്ണയുടെ അളവ് കറിയും. അപ്പോൾ അതേപോലെയുള്ളൊരു മോഡിഫിക്കേഷൻസ് ഇവർ വരുത്തണം. അതേപോലെ നമ്മൾ ആദ്യത്തെ 2 ആഴ്ചത്തെ കാലത്തേക്ക് നമ്മൾ ഫ്ലൂയിഡ് ഡയറ്റായിരിക്കും കഴിക്കുക. അത് കഴിഞ്ഞ് സെമി സോളിഡ് 1 മാസം കൊണ്ടാണ് നോർമൽ ഡയറ്റിലേക്ക് എത്തുക. ഈ നോർമൽ ഡയറ്റ് തന്നെ ഇവരുടെ ഇപ്പം സ്റ്റൊമക്ക് പൗച്ച് കുറച്ച് നമ്മൾ ചെറുതാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് എമൗണ്ടേ കൊള്ളുള്ളൂ. സോ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് നമ്മൾ കുറേശ്ശെ പലപ്പോഴായിട്ട് വേണം കഴിക്കാനായിട്ട്. നമ്മൾ പണ്ട് ഒരു 4-5 നേരം അല്ലെങ്കിൽ 3-4 നേരം കഴിച്ചിരുന്നത് ഒരു 6-8 നേരമാക്കി കഴിക്കണം. അതേപോലെ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെള്ളം നല്ലതുപോലെ അവർ കുടിക്കണം. പണ്ടത്തെ പോലെ ഒരുമിച്ച് കഴിക്കാൻ പറ്റൂല ബിക്കോസ് ഓഫ് ദി. അപ്പോൾ കുറേശ്ശെ ഇതൊക്കെ വേണ്ടി വരിക ഒരു 5-8 മാസത്തേക്കേ വേണ്ടി വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെയൊക്കെ സ്റ്റമക്കിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്.
അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇപ്പം നമ്മൾ എത്ര ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പം ദാറ്റ് വിൽ ഡയലേറ്റ്. സോ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് മോർ ഫുഡ്. ആ സമയം കൊണ്ട് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മളെ ഈ കഴിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു റിഫ്ലെക്സ് ആണ്. നമ്മളിപ്പോൾ ഈ 3 നേരം കഴിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പം 1 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ അങ്ങനെ തോന്നുള്ളൂ. ദിസ് ഈസ് ഓൾ ദി റിഫ്ലെക്സ്. നമ്മളിപ്പം ഈ റംസാൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഒന്നും തോന്നില്ലല്ലോ നമുക്ക്. അതെല്ലാം ദിസ് ഈസ് ഓൾ ദി റിഫ്ലെക്സ്. സോ നമ്മളത് നമ്മളുടെ സ്റ്റൊമക്കിനെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ഇത് കൊടുക്കുക. ഇതേപോലെയുള്ള ഇത് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ബൈപ്പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ചെറുകുടലിൽ നിന്ന് ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോരോ സാധനങ്ങളാണ് അബ്സോർബ് ചെയ്യുക. ഇപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് B1, B12, കാൽസ്യം, പ്രോട്ടീൻ. അപ്പം ഈ ബൈപ്പാസ് ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള ആ ഘടകങ്ങളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ വൈറ്റമിൻസ് ആയിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഈ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ആദ്യത്തെ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിലെ പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഒരു 4 പ്രാവശ്യം അവരുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം. എവരി 3 months ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ എവരി 6 months ദേ ഹാവ് ടു ഡു ദർ ബ്ലഡ് ചെക്ക് ആൻഡ് ദേ ഹാവ് ടു ഇൻഫോം ദി ഡോക്ടർ. അപ്പം നമ്മളിപ്പം വേറെ ഒരു സർജറി, ഇപ്പോൾ ഹേർണിയ അല്ലെങ്കിൽ തൈറോയിഡ് സർജറി ചെയ്യുന്നത് പോലുള്ളൊരു സർജറി അല്ല ബെറിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ബെറിയാട്രിക് സർജറി നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ ഡോക്ടറുമായിട്ടൊരു ഫോളോ അപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇപ്പം ഇവിടെ വരണമെന്നില്ല, ഫിസിക്കലായിട്ടുള്ളതല്ല, ഓവർ ദി ഫോൺ. ഇപ്പോൾ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്, വാട്സപ്പും വെബ്സൈറ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇത്തരം ഒരു സർജറി കഴിഞ്ഞാൽ അതിനൊരു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ എന്താണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ഇതൊരു അബ്ഡോമിനൽ സർജറിയാണ്. അപ്പോൾ ഒരു അബ്ഡോമിനൽ സർജറിക്ക് ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഇതിനും ഉണ്ടാകാം. നമുക്ക് അബ്ഡോമിനൽ സർജറിക്ക് സാധാരണ ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഇത് ഇൻഡസ്ട്രിയിൽ തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലീക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഹെമറ്റോമ, ഇങ്ങനെയുള്ളതെല്ലാം. പക്ഷേ ഈ ബെറിയാട്രിക് സർജറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറിയാട്രിക് സർജറി എന്ന് പറയുന്നത്, ബെറിയാട്രിക് പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് ആണ്. അവരുടെ ഹാർട്ട്, ലങ്സ്, അവരുടെ എല്ലാ സിസ്റ്റത്തും കോംപ്രമൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രിക്കോഷൻസും കൂടുതൽ സജ്ജീകരണങ്ങളും ഇതിനു വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലാപ്രോസ്കോപ്പി കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുടലുകൾ ജോയിൻ ചെയ്യുന്നതും എല്ലാം എൻഡോസ്റ്റേപ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. ഇതുകൊണ്ടാണ് കോസ്റ്റ്ലി ആകുന്നത് ഈ സർജറി. അപ്പം അതിൻ്റെ അകത്തൊക്കെ സ്റ്റേപ്ലേഴ്സ് വെച്ച് ഇതാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ലീക്ക് ഉണ്ടാകാനായിട്ടോ ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പം ഈ ടെക്നിക്സൊക്കെ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദി ടെക്നോളജിയാണ്. ഇതെല്ലാം വന്ന് ഓൾമോസ്റ്റ് നെല്ലാണ്, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇതേ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻസും. ഇപ്പോൾ നമ്മളിപ്പോൾ ലാപ്സ്കോപ്പിൽ കൂടെ കാണാൻ നമ്മളിപ്പോൾ 3D ക്യാമറയിൽ കൂടെയും അതേപോലെ റോബോട്ടിക്കിൻ്റെ അകത്തൊക്കെ നമുക്ക് കിട്ടുന്ന 3D 4K മാഗ്നിഫിക്കേഷനും ഇതുമാണ്. അപ്പം അത്രമാത്രം വ്യക്തമായിട്ട് നമ്മൾ കാണുമ്പോൾ ആ സേഫ്റ്റി പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അസസ് ചെയ്യുന്ന ഈ റീഗെയിനിങ് വെയ്റ്റിനെ സർജറി ഫാക്ടേഴ്സ് ആൻഡ് പേഷ്യൻസ് ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ഒരു 99% ഉണ്ടാകുക. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴും സൊല്യൂഷൻസും ഉണ്ട് ഡെഫിനറ്റായിട്ടും. ഇങ്ങനെ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ രണ്ടാമത് ലൈഫ് സ്റ്റൈൽ കൗൺസിൽ ചെയ്യും, അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കും. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെ വേറൊരു പ്രൊസീജിയറായിട്ട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സാർ പറഞ്ഞതിൽ റീഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഒപ്പം തന്നെ ഇപ്പം സ്കിന്ന് സാഗ് ചെയ്യണ ഒരു ഇത് കൂടെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ് ഓഫ് ദി പേഷ്യൻറ്റ്. ഇപ്പോൾ സപ്പോസ് ഒരു 40-45 വയസ്സ് വരെയുള്ള രോഗികളുടെയൊക്കെ സ്കിൻ നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സർജറി കഴിഞ്ഞിട്ട് പറയുന്നത് ഈ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ ആവശ്യമാണ്. അപ്പം ഫാറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇത് റിങ്കിൾ ചെയ്ത് വരും. പക്ഷേ ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, ഒരു 50 വയസ്സ് 60 വയസ്സുള്ള പേഷ്യൻസ്, അതേപോലെ തന്നെ കണ്ടമാനം വെയിറ്റ് ഉണ്ടായിരുന്ന പേഷ്യൻസ്, 150 കിലോ 200 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടായിരുന്ന പേഷ്യൻസിൻ്റെ ഫാറ്റ് അത്രമാത്രം പോയി കഴിയുമ്പോൾ സ്കിൻ സാഗ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ സാധാരണ ഒരു 6 to 8 months കഴിഞ്ഞിട്ടാണ് നമ്മൾ റീഅസസ് ചെയ്യുക. റീഅസസ് ചെയ്തിട്ട് അങ്ങനെ അത് കണ്ടമാനം സ്കിൻ മാത്രം തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ അബ്ഡോമിനൽ ടക്കിൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സ്കിൻ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. എനിവേ താങ്ക് യു സർ. ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിലൂടെയാണ് ബെറിയാട്രിക് സർജറിയിലേക്കും ഡയബറ്റിക്കിന് വേണ്ടിയുള്ള ഡയബറ്റിക് സർജറിയിലേക്കൊക്കെ പോകുന്നത്. ഈ ഡയബറ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പുതിയ അറിവായി തന്നെ ഈ എപ്പിസോഡിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.